അപ്പൊ എന്റെ ബ്ലഡ് റിപ്പോർട്ട് വന്നു കേട്ടാ. വല്ല ഡോക്ടർ വല്ലതും കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അഡ്മിറ്റ് ആകാൻ പറയും. അപ്പൊ ഗുഡ് മോർണിംഗ് ബോയ്സ് ആൻഡ് ഗേൾസ്. രാവിലെ എഴുന്നേറ്റ് വന്നിരിക്കുന്നത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനാണ്. അപ്പം പോയിട്ട് ലിവർ ടെസ്റ്റ്, കിഡ്നി ടെസ്റ്റ്, ഹീമോഗ്ലോബിൻ ടെസ്റ്റ്, ഷുഗർ ടെസ്റ്റ്, ടെസ്ട്രോസ്റ്ററോൺ ടെസ്റ്റ്, പിന്നെ വിറ്റാമിൻ B12, അങ്ങനെ ഈ ടെസ്റ്റൊക്കെ ഒന്ന് ചെയ്തിട്ട് വരട്ടെ. ഈ ടെസ്റ്റൊക്കെ പാസ്സായാൽ മതിയായിരുന്നു. ഗൈസിപ്പോൾ ഞാൻ ഈ 5 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 1850 രൂപയായി. എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് സിറിഞ്ച് കൈക്കറാതെ ഒട്ടും ഫീൽ ആകുന്നത്. ഈ നേഴ്സിന് ചെയ്യുമ്പോൾ ഒടുക്കത്തെ സ്കില്ല്. ഞാൻ അറിഞ്ഞ പോലും എപ്പോൾ അത് സിറിഞ്ച് അകത്ത് കയറി എപ്പോൾ ബ്ലഡ് ഇറങ്ങി വന്നത്. പെയിൻലെസ് ആയിരുന്നു. കാരണം ഒരു കയറുമ്പോൾ ഒരു ഫീൽ ഉള്ളതാണ്. അതുപോലും ഇല്ലായിരുന്നു. തകർത്ത്. ഇനി എന്തായാലും ഉറങ്ങാം. ഉറങ്ങില്ലായിരുന്നേ, ഞാൻ നേരത്തെ എഴുന്നേറ്റതിന് വേണ്ടി. എന്ത് ഈ ടെസ്റ്റ് ഇത് ചെയ്യുന്നതിന് മുമ്പേ ചെയ്യേണ്ടതായിരുന്നു. ഓൾറെഡി എൻ്റെ സിസ്റ്റത്തിലോട്ട് കയറി കിടക്കുവാണ്. അപ്പം ഇത് വാല്യൂസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കും. പക്ഷെ മാറിക്കാണും കുറച്ച്. തുടക്കത്തിലായത് നോർമൽ കിട്ടിയത്. എന്നാലും ആട്ടെ, ഇതിൻ്റെ റിസൾട്ട് നമുക്ക് 5 മണിക്ക് കിട്ടും. ഇന്ന് ഡെയിലി ഇങ്ങനെ 1 കിലോ ഇറച്ചി കഴിക്കുന്നതെന്ന് പറയുന്നില്ലേ, അത് റെഡ് മീറ്റ്. കഴിച്ച് ഇഷ്യൂ ഒന്നുമില്ല. പക്ഷെ അത് കഴിച്ചെടുക്കാൻ സമയം എടുക്കും. എന്നുവെച്ചാൽ കുറച്ച് കഴിക്കുമ്പോൾ തന്നെ വിശപ്പ് മാറും. അത്രയും കഴിച്ചാൽ മതി നോർമലി ഡയറ്റിന്. നമ്മൾ കൂടുതൽ കഴിച്ചാൽ നമ്മൾ ബൾക്ക് ചെയ്യത്തുള്ളൂ. എൻ്റെ വിശപ്പ് വരെ കഴിച്ച് ഞാൻ കട്ടായി പോകും. എന്നുവെച്ചാൽ വെയിറ്റ് കുറയുന്നുണ്ട്. അത് പറ്റത്തില്ല, വെയിറ്റ് കൂട്ടുവാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തള്ളിക്കയറ്റുക. മണിക്കൂറുകൾ ഇരുന്ന് ഞാൻ വെറുതെ ഇരുന്ന് തിന്നുക മടുത്തിട്ട്. അതിപ്പോൾ 1 മാസം ഫുള്ള് ഞാൻ മാനേജ് ചെയ്യണം ഈ മടുപ്പ്. ഞാൻ 2 ഇൻസ്റ്റാ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ അടുത്ത വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുക. ഓൾറെഡി ഫുഡ് കഴിച്ച് ഒരു 3/4 മണിക്കൂർ എടുത്ത് ഫുഡ് കഴിച്ചതുകൊണ്ട് എനിക്കൊരു മടി ഒട്ടും തോന്നുന്നില്ല ചെയ്യാൻ, എഡിറ്റൊന്നും ചെയ്യാൻ. ചെയ്തേ പറ്റുള്ളല്ലോ. ഇന്ന് വന്നപ്പോൾ ദിവസങ്ങൾ കുറച്ചുകൂടി ഹാർഡായിക്കൊണ്ടിരിക്കുക. എനിക്ക് മറ്റേ ഷോർട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞിരുന്നതാണ്. അതിൻ്റെ ഐഡിയക്കകത്തൊരു ചെറിയൊരു ഡൗട്ടുള്ളതുകൊണ്ട് ഒരു ചെറിയൊരു ഹെസിറ്റൻസ് ഉണ്ടായിരുന്നു ഇന്ന് പോകണ്ടേന്ന്. പിന്നെ പൈസയുടെ എൻ്റെ കയ്യിൽ ആവശ്യത്തിൽ കൂടുതൽ പൈസ ഉണ്ടായി. പിന്നെ ഷടയെന്നല്ല, നമ്മുടെ കയ്യിൽ കുറച്ച് പൈസയും വലിയ കാര്യങ്ങളാണ്. പിന്നെ വേറൊരു കാര്യം പറയാൻ പറ്റുമോ, ആൾക്കാർ പറയുന്ന ഫൈബർ കഴിച്ചില്ലെങ്കിൽ കക്കൂസി പോകാൻ പറ്റത്തില്ലെന്നാണ്. എനിക്ക് കുറച്ച് ദിവസം ഡിലേ ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് പോകാൻ തോന്നത്തില്ല. ഇപ്പം പോയതേ ഉള്ളൂ. നല്ല സുഖമായി, എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. അപ്പോൾ അതിനൊന്നും ഇഷ്യൂ ഇല്ല. ഞാൻ ബ്ലഡ് ടെസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 5 മണി 6 ഇപ്പം അത് കിട്ടും. ഇത് ഈ കണ്ടൻസർ ഇരിക്കുന്നു. ജിമ്മിൽ പോകാൻ പോയതാണ്. അപ്പോൾ വഴിമുടക്കായിട്ടാണ് നീ. ഇവർക്ക് ഫുഡ് വേണമെന്ന് പറയും. ഫുഡ് ഞാൻ ഫുഡ് തരാടേ, ഫുഡല്ലേ വേണ്ട. സൈക്കിളിൽ പോകാം. ഞാൻ അമ്മയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അമ്മ ഈ സമയത്ത് എത്തും. ഏകദേശം ഒരു 8 മണി 6 അതാ പിന്നെ വീട് അടയ്ക്കേണ്ട ആവശ്യം വരത്തില്ല. എനിക്ക് മടിയാണ്, എന്ത് ചെയ്യാൻ. അതാരാ വരുന്നെന്ന് നോക്കിയേ, അമ്മയോ? അമ്മയോടെന്ന് പറയുന്ന ഗേറ്റ് തുറ. അപ്പം എൻ്റെ ബ്ലഡ് റിപ്പോർട്ട് വന്നു കേട്ടാ. ബ്ലഡ് റിപ്പോർട്ട് എനിക്കൊരു ഊഹമുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കീറ്റോ ഡയറ്റിനെ കുറിച്ച് അറിയാമെങ്കിൽ, കീറ്റോയുടെ ഒരു എക്സ്ട്രീമാണ് കാർണിവർ ഡയറ്റ്. അപ്പം ഈ ഡയറ്റിനകത്ത് സാധാരണ കൊളസ്ട്രോൾ കൂടും. എത്ര കൂടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത് മെഡിക്കലും സയൻറ്റിഫിക്കലി മെഡിക്കലി പറയാൻ പറ്റത്തില്ല. ചെയ്തവർക്ക് ഇതിനകത്ത് കുറേ സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പോൾ ചെയ്തവരുടെ വീഡിയോസും അതും റിസർച്ചും അങ്ങനെയൊക്കെ ഉണ്ട്. റിസർച്ച് എന്ന് പറയാനില്ല, അവരുടെ പറച്ചിൽ വെച്ച് ലീനായിട്ടുള്ളത് വെച്ചാൽ ഓൾറെഡി വണ്ണം ഇല്ല, മസിൽ കൂടുതൽ, ഓൾറെഡി നല്ല കൊഴുപ്പൊന്നും ഇല്ല, മസിൽ കൂടുതലുള്ളവർ ഈ ഡയറ്റ് ചെയ്യാൻ നേരത്ത് അവർക്ക് അവരുടെ ബാഡ് കൊളസ്ട്രോൾ LDL ഒറ്റയടിക്ക് പൊങ്ങി വരും. എൻ്റെ ഇപ്പോൾ ടോട്ടൽ കൊളസ്ട്രോളും LDL ഒക്കെ 290 എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. അത് ഒടുക്കത്തെ കൂടുതലാണ്. വല്ല ഡോക്ടർ വല്ലതും കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അഡ്മിറ്റ് ആകാൻ പറയും. അതിൻ്റെ കൂടെ തന്നെ ആൾക്കാർ ഇതും പറയുന്നുണ്ട്, എപ്പോൾ ഞാൻ കാപ്സ് കഴിക്കാൻ തുടങ്ങും, കഞ്ഞിയ റൊട്ടിയ എന്തെങ്കിലും കഴിക്കാൻ തുടങ്ങി ഒറ്റയടിക്ക് താഴുകയും ചെയ്യും ഈ ബാഡ് കൊളസ്ട്രോൾ. പിന്നെ ആ ഗുഡ് കൊളസ്ട്രോളും എന്തുവാണ്, ട്രൈഗ്ലിസറൈഡാണ്. അത് രണ്ടും നല്ലത് തന്നെ. ഒരെണ്ണം 54 മറ്റേ 118 ആണെന്ന് തോന്നുന്നു. എന്നാലും ഞാൻ വീട്ടിൽ ആയിട്ട് ക്ലിയർ ആയിട്ട് പറയാം. ഒരു തെറ്റ് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. നോർമൽ ബ്ലഡ് ടെസ്റ്റ് അറിയാൻ പറ്റിയാണ്. ഇപ്പോൾ ഓൾറെഡി എൻ്റെ ബ്ലഡ് മാറി കുറച്ചൊക്കെ. ഇത് എക്സ്ട്രീം ഡയറ്റ് അപ്പം മാറും. എന്നാലും 30 ദിവസത്തേക്കുള്ള ഞാൻ ചത്തു ഒന്നുമില്ല. അത് മേടിക്കണം, ഒന്നും വരുന്നില്ല, അറിയത്തില്ലല്ലോ. ഇത് ഡേ 4 ഓഫ് 30 days കാർണിവറസ് ഡയറ്റ് ബോഡി ട്രാൻസ്മിഷന്റെ വീഡിയോ ആണ്. ഞാൻ ആദ്യം തന്നെ കയറി പിടിച്ചത് മിലിറ്ററി പ്രസ്. അത് ഇരുന്നോണ്ടുള്ള സ്റ്റാൻഡിങ് ഇത് ഏകദേശം 70 കിലോ ഉണ്ട്. കുറച്ച് വെയിറ്റ് ആവശ്യത്തിനുണ്ട് കേട്ടോ. ഇത് ഓൾമോസ്റ്റ് എന്റെ മാക്സിലാണ്. ഇനിയും കൂട്ടണമെങ്കിൽ റെപ്സ് തുറക്കേണ്ടി വരും. പിന്നെ നമ്മൾ അവിടെ നേരെ ചാടി നമ്മുടെ സീറ്റഡ് ഡ്രോയിന് വേണ്ടിയാണ്. ഇതിനകത്ത് ഞാൻ പ്രോഗ്രസീവ് ഓവർലോഡിന് വേണ്ടി 5 കിലോ കൂട്ടിയിട്ടുണ്ട് 2 സൈഡിൽ. നേരത്തെ 55 ആയിരുന്നു, ഇപ്പൊ 60 കിലോ ഉണ്ട്. എന്റെ എല്ലാ എക്സസൈസിനകത്ത് ഞാൻ മാക്സ് 8 റെപ്പേ അടിക്കാറുള്ളൂ. വല്ലപ്പോഴും ഒരു 10 റെപ്പ് പോയാൽ ആയി. പക്ഷെ എല്ലാ സെറ്റിനകത്തും ഒരേ വെയിറ്റ്, അങ്ങനെ കൂട്ടിയും കുറച്ചൊന്നും കളിക്കാറില്ല ഞാൻ. ഒരേ വെയിറ്റ് തന്നെ 3 സെറ്റും കളിക്കും. അപ്പൊ അടുത്ത് നമ്മൾ ലാറ്റ്സ്
പുൾ ഡൗൺ ചെയ്യാൻ പോകുന്നത്. ഇത് ഏകദേശം 60 കിലോ ഉണ്ടെന്ന് തോന്നുന്നു. ഒന്ന് കാല് ലോക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ കുറച്ചൊരു വെയിറ്റ് എനിക്ക് പൊക്കായിരുന്നു. എന്ന് വെച്ചാൽ കായ്ക്ക് പവർ ഉണ്ട്, പക്ഷേ സപ്പോർട്ട് ഇല്ല. കഴിഞ്ഞ 4 ദിവസമായിട്ട് കാർണിവറസ് ഡയറ്റ് 1 കിലോ റെഡ് മീറ്റ് ആണ് ഞാൻ കഴിക്കുന്നത്, പിന്നെ മുട്ടയും കൂടി. ഏകദേശം ഒരു 3000 കാലറി കഴിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഡെയിലി. അടുത്ത എക്സസൈസ് ലാറ്ററൽ റീസ് ആയിരുന്നു, അതിന്റെ 3ാമത്തെ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം തീരുമാനമായി. എനിക്ക് ഷോൾഡർ അനങ്ങുന്ന പോലില്ലായിരുന്നു, ഒടുക്കത്തെ വെയിറ്റ്. ഇന്നറിയത്തില്ല, സാറിന് ഇതൊന്നും എനിക്ക് വെയിറ്റ് തോന്നാറില്ല, പക്ഷെ ഇന്ന് എനിക്ക് ഹെവി കളിച്ചു തോന്നിയ ഷോൾഡർ. അതുകൊണ്ട് പൊങ്ങുന്നില്ലായിരുന്നു അവസാനത്തെ 2 റെപ്പൊക്കെ. എന്തൊക്കെ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ പോലെ ഇനി റേ ഡെൽറ്റ് ബാക്കിയുണ്ട്. റേ ഡെൽറ്റ് നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല. ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു റൗണ്ട് ഷോൾഡർ കിട്ടത്തില്ല. അതുകൊണ്ട് ചെയ്യണം, എന്ത് ചെയ്യാനാ, നിവർത്തിയില്ല. ഇരട്ടി സമയം എടുക്കും ഓരോരോ കൈ, അതുകൊണ്ട് ഇത് പറയേണ്ട ആവശ്യമില്ല. ഇന്ന് എന്റെ സൈഡ് ക്വസ്റ്റ് ആയ ഹ്യൂമൻ ഫ്ലാഗിന് ഒട്ടും പ്രോഗ്രസ് ഇല്ലായിരുന്നു. 1 സെക്കൻഡ് പോലും പൊങ്ങിക്കാൻ പറ്റുന്നതിന് എനിക്ക് കൈക്ക് ഒരു ജീവനുമില്ല. ഈ 4 ദിവസത്തെ കാർണിവറസ് ഡയറ്റ് വെച്ച് എന്ത് വ്യത്യാസമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം രാവിലെ എഴുന്നേക്കാരും തന്നെ മോന്തയെ കുറച്ച് തടിച്ചായിരിക്കുന്നത്, പക്ഷെ ഇപ്പൊ അങ്ങനെയില്ല. ഇതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ താളം അവസാനത്തെ എക്സസൈസ് ഒക്കെ ആയപ്പം ആ ഹ്യൂമൻ ഫ്ലാഗ് ട്രൈ ചെയ്യാൻ പോയതാ, അത് പറ്റുന്നില്ലായിരുന്നു. ഒട്ടും എനിക്ക് കൈക്ക് ജീവനില്ല. അത് ഈ ഫുഡ് കാരണമാണോ അല്ലെങ്കിൽ ഇന്ന് ഞാൻ കുറച്ച് ഹെവി എക്സസൈസ് ചെയ്തുകൊണ്ടാണെന്നും അറിയത്തില്ല. ആ രണ്ടിൽ ഏതെങ്കിലും ഒരു റീസൺ ആയിരിക്കും. ഇനി എന്തായാലും വീട്ടിലോട്ട് പോകാം. പക്ഷിപ്പനി ആയതുകൊണ്ട് ഇനി മുട്ട കഴിക്കാൻ പറ്റത്തില്ല. കളക്ടർ നിരോധിച്ച എന്തൊക്കെ പറയുന്നത് കേട്ട്. അപ്പോൾ 1-2 ആഴ്ചത്തേക്ക് മുട്ട കാണത്തില്ല. അപ്പോൾ അതിന് പകരം നമ്മൾ ഇന്ന് ചെമ്മീനായിരിക്കും കഴിക്കുന്നത്. അതായത് ഞാൻ വീട്ടിലെത്തട്ടെ. അപ്പോൾ ഞാൻ കുളിച്ച് കഴിഞ്ഞ് ഇപ്പോൾ എനിക്ക് നല്ല ഫീലായി. ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ നോർമലായി. ഇനി പിന്നെ നിങ്ങൾക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിക്കാമെന്ന് പറഞ്ഞില്ലായിരുന്നോ? ആദ്യം ടെസ്റ്റോസ്റ്ററോൺ ലെവൽ, അത് ഞാൻ ഓൾറെഡി 22ാം വയസ്സിലും ചെക്ക് ചെയ്തതാണ്. അതും ഇപ്പോഴും ഇന്ന് രാവിലെ ചെക്ക് ചെയ്യില്ല. ഇന്നത്തെയുമായിട്ട് വലിയ വ്യത്യാസമില്ല. 30-40 അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് കണ്ട 513 ഇപ്പോഴത്തെ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ. അതിൻ്റെ എന്ന് വെച്ചാൽ 150-ൻ്റെയും 180-ൻ്റെയും 1700-ൻ്റെ ഇടക്കായിരിക്കണം. അത് മിഡ് വേ തന്നെ ഉണ്ട്, പകുതിയായിട്ട്. അത് പണ്ടും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു, വലിയ വ്യത്യാസമില്ല. പിന്നെ വേറെ മെയിൻ പുള്ളി കൊളസ്ട്രോളെ കാണിച്ചു തരാം. കൊളസ്ട്രോളിനോട് ഞാൻ ലിവറും കിഡ്നിയും ബാക്കിയുള്ളതൊക്കെ എടുത്തായിരുന്നു. അതും കുഴപ്പമില്ല. കൊളസ്ട്രോളാണ് മെയിൻ, അത് കാണിച്ചു തരാം. എന്താണ് ഈ കൊളസ്ട്രോൾ കണ്ട 290, ഹൈ എന്ന് പറയുന്നത് 240-ൻ്റെ ഒക്കെ, അതായത് 290. ട്രൈഗ്ലിസറൈഡ് 118, അത് നോർമൽ എന്ന് പറയുന്നത് 160-ൻ്റെ അടിയിൽ, അപ്പോൾ കുഴപ്പമില്ല. HDL 56, ഒരാണിന് 35-79 ഇടക്ക് വരാം, അപ്പോൾ അതും കുഴപ്പമില്ല. LDL ആണ് സീൻ 210, ഹൈ റിസ്ക് ആണ് 160-ൻ്റെ പൊക്കത്ത്. പിന്നെ ഓവറോൾ റേഷ്യോ 3.8, അത് 3.5 ആണ് സാറിന് ഡിസൈറബിൾ. അത് കാണുമ്പം സീനാണെന്ന് വിചാരിക്കും, പക്ഷേ ഒന്നും പറ്റത്തില്ലേ. ഇതൊക്കെ ഈ ഒരു കീറ്റോ ഡയറ്റിൻ്റെ ഭാഗത്തിൽ വരുന്നതാണ്. ഡോക്ടർമാരൊക്കെ പറഞ്ഞ ചിലപ്പോൾ അവർ കേൾക്കത്തില്ല. എന്നാലും നിങ്ങൾ ടെൻഷടിക്കണ്ട, ചാതൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഫുഡൊന്ന് കാണിക്കട്ടെ. പക്ഷിപ്പനി ആയതുകൊണ്ട് നമുക്ക് മുട്ട കഴിക്കാൻ പറ്റത്തില്ല. മീനല്ല ഇത്, മീൻ തന്നെയാണ്, പക്ഷേ മീനല്ല, അതായത് ചെമ്മീനാണത്. നമ്മളിന്ന് കഴിക്കുന്നതാണ് ചെമ്മീൻ. ഒരു കാര്യം ഷുവറാണ്, എൻ്റെ ബോഡി കിറ്റോസിസിലായിട്ടുണ്ട്. സാറിന് കിറ്റോസിസിലാവുമ്പോഴാണ് ഈ കാർണിവറസ് ഡയറ്റ് ചെയ്യാൻ നേരത്താണ് ഈ കൊളസ്ട്രോളിൻ്റെ LDL കൂടുന്നത്. അപ്പോൾ അതെനിക്ക് വേണ്ടി വന്നിട്ടുണ്ട്. ലീൻ മാസ് ഉള്ളവർക്കാണ് ഇത്ര ഹൈ ആയിട്ട് സ്പൈക്ക് ആവുന്നത്. അതെനിക്ക് വരുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കിറ്റോസിസിലാണ്. അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ചെമ്മീനകത്ത് കുറച്ച് സവാളയൊക്കെ കയറി പോകുന്നത് അതെൻ്റെ ബോഡിയിൽ എഫക്റ്റ് ആയിട്ടില്ല. നമ്മൾ ഒട്ടും പച്ചക്കറി കഴിക്കാൻ പാടില്ലെന്ന്. അപ്പോൾ സവാള പോലും കഴിക്കാൻ പാടില്ല, ഒന്നും കഴിക്കാൻ പാടില്ല. സവാള 1-2 അവിടെയൊക്കെ വരും, അത് ഞാൻ മാറ്റി വെക്കും, കഴിക്കാറില്ല. എന്നാൽ 1-2 അബദ്ധവശം പോകുന്നത് നമ്മുടെ അത് ഇൻസിഗ്നിഫിക്കൻ്റ് ആവും, അതായിട്ടൊന്നും ബാധിക്കുന്നില്ല. അത് നല്ല കാര്യം. ഞാൻ കുറച്ച് ഗെയിം കളിക്കട്ടെ. ഗെയിം കളിച്ചുകൊണ്ടിരുന്നാൽ മതിയാ. ഗെയിം കളിക്കുന്നതിനിടയ്ക്ക് എനിക്ക് നാളത്തെ വീഡിയോ നാളെ എന്തായാലും ചെയ്യണം എങ്ങനെയെങ്കിലും. എനിക്ക് ഇപ്പോഴും ഉറപ്പില്ല എന്തോ ചെയ്യുന്നതെന്ന്, പക്ഷെ നാളെ നമ്മൾ പോയിട്ട് ചെയ്യുക.